ഇന്ന് നമുക്ക് ഹോട്ടൽ സ്റ്റൈലിലുള്ള അകമേ സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അതിനായിട്ട് സ്ലൈസ് ചെയ്തെടുത്ത 2 സവാളയിലേക്ക് ചോപ്പ് ചെയ്ത അരക്കഷ്ണം ഇഞ്ചി, സ്ലൈസ് ചെയ്തൊരു പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് മൈദ, അതോടൊപ്പം തന്നെ ഉള്ളിവട ക്രിസ്പാവാൻ വേണ്ടി നമുക്ക് 2 സാധനങ്ങൾ ചേർക്കണം. 1 ടീസ്പൂൺ മൈദയും 1/2 ടീസ്പൂൺ പഞ്ചസാരയും. ഇത് രണ്ടും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, തീർച്ചയായും ചേർക്കണം. നമ്മുടെ ഉള്ളിവടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ് ഈ പഞ്ചസാര. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിവടയ്ക്ക് നല്ലൊരു കളറും കിട്ടും. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമുക്ക് ബാറ്റർ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ആദ്യം പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ബാറ്റർ നല്ലൊരു സോഫ്റ്റ് ആക്കി എടുക്കണം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ബാറ്റർ നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം. നന്നായിട്ട് കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ട് ഞെരടി എടുക്കണം. കണ്ടില്ലേ, ഇതാ ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടണം. ഇപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ബാറ്റർ. എത്രത്തോളം മിക്സ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റാം. ഒരുപാട് ബ്രൗൺ കളറാവാൻ നിൽക്കണ്ട. കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്തത് കൊണ്ടാണ് ഈ ഒരു കളർ കിട്ടിയത്. നമുക്കൊന്ന് കോരി മാറ്റാം. കണ്ടില്ലേ, അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട തയ്യാറായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളിത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം താങ്ക് യു.